LDF പരാജയപ്പെട്ടു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ഇതിൻ്റെ പഴി മൊത്തം കേൾക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളാണ് ഇതിലേക്ക് വഴിവെച്ചതെന്നാണ്. വാസ്തവമുണ്ടോ? അല്ല, വെള്ളാപ്പള്ളി അതിനകത്ത് എന്താ പ്രസ്താവിച്ചത്? വെള്ളാപ്പള്ളി പല സന്ദർഭങ്ങളിലായിട്ട് പല കാര്യങ്ങളും വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറത്ത് അതെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രൈമറി സ്കൂൾ പോലും ഇല്ല. സത്യമാണോ നുണയാണോ? സത്യമാണ്. അപ്പം പിന്നെ അതിനകത്ത് എന്താ കുഴപ്പമുള്ളത്? വർഗീയ പരാമർശം നടത്തി എന്നുള്ളത് അതെങ്ങനെയാണ് വർഗീയ പരാമർശമാകുന്നത്? മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് അതായിക്കോട്ടെ. ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തും കുറച്ച് ഹിന്ദുക്കളുണ്ടല്ലോ ന്യൂനപക്ഷമായിട്ട്. അതെ, അവർക്ക് ഒരു പ്രൈമറി വിദ്യാലയം പോലും ഇല്ല എന്നുള്ള കാര്യം ഒരു സമുദായ നേതാവ് എന്ന നിലക്ക് വെള്ളാപ്പള്ളി പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം, ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മുസ്ലിങ്ങൾക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കുന്നതിനാണ് എന്ന് ഷാജി പറയുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലേ? അത് മതേതരത്വ പ്രസ്താവനയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മതേതരത്വമാണ്. ഇവിടുത്തെ സെക്കുലർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് മതേതരത്വമാണ്. പക്ഷേ വെള്ളാപ്പള്ളി ഒരു സമുദായ നേതാവെന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് അത് ദുർബല വിഭാഗങ്ങളാണല്ലോ, പിന്നാക്ക വിഭാഗമാണ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും. ആ സമൂഹത്തിന് അവിടെ ഒരു പ്രൈമറി സ്കൂൾ പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപരാധമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? വസ്തുത പറഞ്ഞാൽ അപരാധമാകുമോ? അതെങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. വസ്തുതകൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് അപരാധമാകുന്നത്? വസ്തുതകളോട് ഇവരെന്തിനാണ് കലഹിക്കാൻ നിൽക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. വെള്ളാപ്പള്ളി പറഞ്ഞത് വസ്തുതയാണ്, അല്ലെങ്കിൽ അത് വസ്തുതയല്ല എന്ന് പറയട്ടെ. ഇത്ര സ്കൂൾ അവിടെ ഉണ്ട് എന്ന് പറയട്ടെ. അതില്ലല്ലോ. അല്ല, ന്യായവാദമായിട്ട് പറഞ്ഞ NSS ഉണ്ട് എന്നാണ്. NSS മറ്റ് സമുദായങ്ങൾക്കുണ്ട് എന്നാണ് പറഞ്ഞത്. NSS ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. അവിടെ ഉള്ള NSSകാരേക്കാൾ കൂടുതലുള്ളൊരു വിഭാഗമാണ്, ദുർബല വിഭാഗമാണ് ആരെ? SNDPക്കാർ, ഈഴവ സമുദായം. അവർക്കില്ലെന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾക്കിതില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപരാധമാകുന്നത്? അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം കൂടി ഒരുമിച്ച് UDFൻ്റെ കൂടെ പോയി എന്നാണ് പറയുന്നത്. അതൊരു തരം ഭീഷണിയല്ലേ? കാരണം നിങ്ങളുടെ അവശതകളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളെ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. അത് ഭീഷണിയല്ലേ? ആ ഭീഷണി പറയാൻ ഇവർക്കാരും അവകാശം കൊടുത്തു? വെള്ളാപ്പള്ളി പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം അതൊരു ഭീഷണിയാണെങ്കിൽ ആ ഭീഷണി പറയാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ചോദ്യം. ഇനി സത്യമാണ്, LDFനെതിരെ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം കേരളത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യവും സത്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ ന്യൂനപക്ഷങ്ങളുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ UDF ക്ലീൻ സ്വീപ്പിൽ കയറാനുള്ള കാരണം എന്താണ്? അവർക്ക് ആകാശത്ത് നിന്ന് വോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, UDF ജയിച്ചതോടുകൂടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് ഒരു കുഴപ്പമില്ല, വോട്ട് ചോരി ഇല്ല. പിന്നെ എന്താണ്, വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ആണെങ്കിൽ പെർഫെക്റ്റ്. ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒരാളും മിണ്ടുന്നില്ല. ഇപ്പോൾ വോട്ട് ചോരി ഇല്ല, EVM ഇല്ല, SIR ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരി, ഞങ്ങൾ തോറ്റാൽ എല്ലാം തെറ്റ് എന്ന സമീപനവും കൂടി ഇതിനകത്തുണ്ട്. അതിൻ്റെ വേറൊരു രൂപത്തിലുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ മെക്കിട്ട് കയറുന്നത്, അത് സത്യത്തിൽ നിങ്ങൾക്കുള്ള അവശത നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിനെ സംഘം ചേർന്ന് എതിർക്കും എന്നുള്ള വളരെ ഗുരുതരമായ ഒരു പ്രഖ്യാപനം കൂടി അതിനകത്തുണ്ട് എന്നാണ് ഞാൻ പറയുക. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ദുർബലമായൊരു സമുദായത്തിന് അവർക്ക് അർഹപ്പെട്ട ഒരു പ്രൈമറി സ്കൂൾ പോലും അവിടെ ഇല്ല ഞങ്ങൾക്ക് എന്നുള്ള സത്യം വിളിച്ചു പറയുമ്പോൾ മിണ്ടരുത്, നീ വായ അടക്കി വെക്കണം, നിനക്കത് പറയാനുള്ള അവകാശമില്ല
എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എത്രയോ ഔദാര്യത്തോടു കൂടി ഇതാ NSS ഒരെണ്ണം കൊടുത്തിരിക്കുന്നു. ഏതാണുള്ളതെന്ന് എനിക്കറിയില്ല. അവിടെ മഞ്ചേരി NSS കോളേജ്, മഞ്ചേരി NSS കോളേജിൻ്റെ എനിക്ക് മനസ്സിലായിടോ, അതല്ല ഞാൻ ഏതാണെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. മഞ്ചേരി NSS കോളേജ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല എന്ന് പറയുന്ന ആ ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യം ശരിയല്ല. അത് ന്യൂനപക്ഷ ശാക്തീകരണത്തിൻ്റെ ധാർഷ്ട്യമാണ്. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. ദുർബല വിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ഏത് സന്ദർഭത്തിലും പറയുന്നതിനുള്ള അധികാരമുണ്ട്. ആ അധികാരമെങ്കിലും അവർക്ക് സമ്മതിച്ചു കൊടുക്കണം. നിങ്ങൾ സ്കൂളാ കൊടുക്കില്ല, ഞങ്ങൾക്കത് ഇല്ല എന്ന് പറയാനുള്ള അവകാശം പോലും ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതെന്ത് ചെയ്യാൻ പറ്റും? ഇനി രണ്ടാമത് എന്താ പറയണത്? തോക്കാൻ കാരണം മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശന എന്നോട് ഒരുമിച്ചിരിക്കുന്ന കാരണമാണെന്ന്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനോടൊപ്പം മാത്രമല്ലല്ലോ, ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായിട്ട് ഈ കഴിഞ്ഞ ദിവസം കൂടി ക്രിസ്മസിന് പുള്ളി പങ്കെടുത്തല്ലോ. ഇസ്ലാമിക മത മേലധ്യക്ഷന്മാരുമായിട്ട് അദ്ദേഹം ഈദ് പാർട്ടി നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെയായിട്ട് മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വെള്ളാപ്പള്ളിയുമായിട്ട് മുഖ്യമന്ത്രി മിണ്ടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതെന്ത് ന്യായമാണെന്ന്? ഇതെന്താ ഇത്? എന്ത് മര്യാദയാണ് അതിനകത്തുള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന് ആ സമുദായ നേതാവിനോടൊരു വിദ്വേഷമില്ല. അതാണല്ലോ, അദ്ദേഹത്തിന് യാതൊരു വിദ്വേഷവുമില്ല. അദ്ദേഹമാണെങ്കിൽ കാന്തപുരം മുതൽ പിന്നെ കുറേ തങ്ങൾമാരുണ്ടല്ലോ, ആ തങ്ങൾമാരെ എല്ലാം ആദരിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരെയൊക്കെ ആദരിച്ചു കഴിഞ്ഞാൽ മതേതരത്വം പൂത്തുലയും. ഇത് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സംഘം ചേർന്ന് നിങ്ങളെ തോൽപ്പിക്കും. ഇതെന്തൊരു ന്യായമാണ് ഈ പറയുന്നത്? മുഖ്യമന്ത്രിയെയും ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ വെള്ളാപ്പള്ളിയുമായിട്ട് മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്താ മര്യാദയുള്ളതിനകത്ത്? മുഖ്യമന്ത്രി എന്ന നിലക്ക് വെള്ളാപ്പള്ളി നടേശൻ ഒരു പൊതുപ്രവർത്തകനാണ്, സാമുദായിക പ്രവർത്തകനാണ്. വെള്ളാപ്പള്ളി രാഷ്ട്രീയ പ്രവർത്തകനല്ലല്ലോ. വെള്ളാപ്പള്ളിക്ക് തിരഞ്ഞെടുപ്പിന് മത്സരിക്കേണ്ട, ജയിക്കാൻ വേണ്ട. വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി നിൽക്കുകയാണ്. വെള്ളാപ്പള്ളിക്ക് സമുദായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി വെള്ളാപ്പള്ളി നിൽക്കുന്നില്ല. വെള്ളാപ്പള്ളി സമുദായ താല്പര്യം സംരക്ഷിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. അതിന് വെള്ളാപ്പള്ളി എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് എന്നെ ആക്കണമെന്ന് പറയുന്നുണ്ടോ? താങ്കൾ പറയുന്നത് എന്താണ്? താങ്കൾ രാഷ്ട്രീയക്കാരനാണ്, താങ്കൾ മതനേതാവുമാണ്, രാഷ്ട്രീയ നേതാവുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ മതനേതാവിൻ്റെ പരിഗണന കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ രാഷ്ട്രീയക്കാരൻ്റെ പരിഗണന കിട്ടുള്ളൂ. അല്ലാണ്ട് മതനേതാവും കൂടിയാണ്, അപ്പോൾ അതുകൊണ്ട് മതനേതാവിൻ്റെ പരിഗണനയും കൂടി വേണം എന്ന് പറയുന്നത് ശരിയല്ല. ഏത് മതം? തങ്ങൾ മതമാണോ എന്നുള്ളതാണ്. അല്ല, അതിനേക്കാളെല്ലാം ഒരു വേറൊരെണ്ണമുണ്ട്. ഇതിങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് അങ്ങേരുടെ പേരറിയാമെന്നറിയില്ല. ആര്യാടൻ മുഹമ്മദ്. ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ. ആര്യാടനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ പ്രസംഗിക്കാനായിട്ട്. അന്ന് ആര്യാടൻ പറഞ്ഞു, മതനേതാവായി ഇരുന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മതനേതാവിൻ്റെ പരിരക്ഷണം കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് ആര്യാടൻ പറഞ്ഞു. ഇപ്പം ആര്യാടൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് പറയാൻ നട്ടലുള്ള ഒരു സണ്ണി ജോസഫും ഉണ്ടായിട്ടില്ല, ഒരു VD സതീശനും ഉണ്ടായിട്ടില്ല, ഒരു KC വേണുഗോപാലും ഉണ്ടായിട്ടില്ല, ഒരു രമേശ് ചെന്നിത്തലയും ഉണ്ടായിട്ടില്ല. അടൂർ പ്രകാശിൻ്റെ കാര്യം പറയാനുമില്ല. ഇവരാരും ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ആര്യാടൻ മലപ്പുറത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ, മഞ്ചേരിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ, ആര്യാടൻ സംഘടിപ്പിച്ച യോഗത്തിൽ ഞാനായിരുന്നു മുഖ്യപ്രഭാഷകൻ, ആര്യാടൻ അധ്യക്ഷൻ. ആ യോഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ ആര്യാടൻ പറഞ്ഞു, 20 മിനിറ്റ് നീണ്ടുന്ന അധ്യക്ഷ പ്രസംഗം. അതിൽ ആര്യാടൻ പറഞ്ഞു, തങ്ങൾ മതനേതാവാണെങ്കിൽ മതപരമായ കാര്യങ്ങൾ നോക്കി അവിടെ ഇരിക്കണം. നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ്,
രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയത്തിലിറങ്ങി അഭിപ്രായം പറഞ്ഞതിന് ശേഷം മതനേതാവിൻ്റെ പരിരക്ഷ വേണമെന്ന് പറഞ്ഞാൽ അത് ലഭിക്കില്ല എന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ സമുദായ നേതാവാണ്, അങ്ങർക്ക് ഒരു പരിരക്ഷ വേണമെന്ന് പറയുന്നില്ലല്ലോ. പിന്നെ ഇവർക്ക് എന്താ പറയാനുള്ളത്? ഇവർ സമുദായത്തെ രാഷ്ട്രീയമാക്കി, രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റി അധികാരം പിടിച്ചെടുത്ത് ആ അധികാരത്തിലൂടെ അനർഹമായ അവകാശങ്ങൾ പിടിച്ചു പറ്റുന്നു. ഇതാണ് ആക്ഷേപം. അത് രാഷ്ട്രീയമായിട്ട് തന്നെ മറുപടി പറയണം. അവർ രാഷ്ട്രീയമായിട്ട് മറുപടി പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നേതാവിനോട് ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഞങ്ങൾ തോൽപ്പിക്കും എന്നാണ് ധിക്കാരത്തോടുകൂടി പറഞ്ഞത്. അവർക്കത് പറയാം. അതെല്ലാവരും സഹിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. വെള്ളാപ്പള്ളി അതിനെതിരെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കും. വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും ദുർബലമായൊരു സമുദായത്തിൻ്റെ, പാവപ്പെട്ട സമുദായത്തിൻ്റെ നേതാവായതുകൊണ്ടാണ് എന്നെ തെറി പറയുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ എത്ര ഇതാണെന്നറിയാമോ, അവിടെ ഈ LDF തോറ്റത് വെള്ളാപ്പള്ളിയെ കൊണ്ടാണെന്ന് കണ്ടെത്തുന്ന ആ മുസ്ലിം ലീഗിൻ്റെ ബുദ്ധിയുണ്ടല്ലോ, അതിനെ കുബുദ്ധി എന്ന് വേണം പറയാനായിട്ട്. അതെ.